ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ ഓണമൊക്കെ വന്നെത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ കുട്ടിപ്പട്ടാളത്തിലെ ആമിയുടെ ഒരു സ്കൂൾ ഓണം സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മളപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് ആമി ആണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവളുടെ പുതിയ പട്ടുപാവാട. നല്ല ഫ്രില്ലൊക്കെ ഇട്ട് നല്ല ഞൊറിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേഴ്സണലി പാവാട എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആളായിട്ടുള്ള ഒരു ഗെറ്റ് റെഡിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ആളുടെ കഴുത്തിലുണ്ടായിരുന്ന ചെയിൻ ഞാൻ ഊരി വെച്ചു. ജസ്റ്റ് ഒരു സൺസ്ക്രീനാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. ആസ് യൂഷ്വൽ എൻ്റെ ഫേവറേറ്റ് ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ്. SPF 50 ഉള്ള സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൾക്കും മോൾക്കും അത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ആൾക്ക് ഇതുവരെ വേറെ പ്രോബ്ലംസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കുട്ടികളായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ആണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക, അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ പൊതുവേ ഞാനായാലും മക്കൾക്കാണെങ്കിലും ഞാൻ പൗഡർ അധികം യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഈ സൺസ്ക്രീനാണ് മെയിൻലി യൂസ് ചെയ്യാം. പിന്നെ അതാ ഒരു ഡാസിലറിൻ്റെ ഒരു ഐലൈനർ വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ കൺമഷി വെച്ചിട്ട് കണ്ണിൻ്റെ ഉള്ളിലും താഴെയും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് കണ്ണ് എഴുതാനായിട്ട് ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് ഈ ഐലൈനർ വെച്ചിട്ടുള്ള പരിപാടി ഭയങ്കര ദേഷ്യമാണ് ആൾക്ക്, ഇഷ്ടമില്ല തീരെ. പിന്നെ അത് ഡാസിലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. അത് കുട്ടിയായതുകൊണ്ട് ഈ പറയുന്ന പോലെ കുറേശ്ശേ ഇടുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി എനിക്ക് കഴിഞ്ഞ ഒരു ബോട്ടിലിലെ നിബ് വെച്ചിട്ടാണ് ഞാൻ ആമിയുടെ ലിപ്സിലേക്ക് ഇത് അപ്ലൈ ചെയ്യണത്. സോ കുറച്ചായിട്ടേ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട വഴിക്ക് ചുണ്ടത്ത് ജസ്റ്റ് ഒന്ന് ചൊറിഞ്ഞു. അപ്പോൾ എൻ്റെ ഒന്നൊരു അടി കിട്ടിയതാണ് നിങ്ങൾ കണ്ടത്. പക്ഷേ വിഷയമൊന്നുമില്ല ആൾക്ക്. അങ്ങനെ ലിപ്സ്റ്റിക്കും ഐലൈനറും സൺസ്ക്രീനൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു മാല ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. റെഡാണ് കേട്ടോ നമ്മൾ തീം എടുത്തത്. അപ്പോൾ റെഡ് വള, റെഡ് മാല, കമ്മൽ, പൊട്ട്, അങ്ങനെയെല്ലാം ഒരു റെഡ് കളറാണ് ആമിക്ക് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ റെഡ് കളറ് മാല നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു. പിന്നെ ഒരു റെഡ് കളറിൽ തന്നെ ഒരു കല്ല് പൊട്ട്, നമ്മുടെ സ്റ്റിക്കി ടൈപ്പ് പൊട്ടാണ് പിന്നെ വെച്ച് കൊടുത്തത്. അങ്ങനെ ഏകദേശം ഒരു ഹാഫ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഹെയർ ജസ്റ്റ് ഒന്ന് കെട്ടുക, മുല്ലപ്പൂ വയ്ക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടിയാണ് ഉള്ളത് കേട്ടോ. കമ്മലിടാനായിട്ട് ആക്ച്വലി ഇതിന് പെയറുണ്ട്. പക്ഷേ ആളിട്ടിരിക്കുന്ന ആ ഒരു സ്വർണ്ണക്കമ്മൽ ഊരിയിട്ട് വേറെ കമ്മലിടാനായിട്ട് ഇത്തിരി പേടിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ കമ്മലിന് വേണ്ടി മൽപ്പിടുത്തം പിടിക്കാൻ നിന്നില്ല. ആൾ ഓൾറെഡി ഇട്ടിരിക്കുന്ന കമ്മൽ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് ഒരു ബാക്കിൽ നമ്മളൊരു ക്ലിപ്പ് വെച്ച് ജസ്റ്റ് പിൻ ചെയ്തിട്ട് പിന്നെ മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. കണ്ടോ, എത്രയേ ഉള്ളൂ. കുട്ടിക്ക് പിള്ളേരൊക്കെ ഭയങ്കര പെട്ടെന്ന് വലുതാവുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ ജസ്റ്റ് അതൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആളുടെ ഹെയർ ഭയങ്കര സ്മൂത്തി ഹെയറാണ്. സോ ക്ലിപ്പ് വെച്ചാലും അങ്ങനെ അധിക നേരം ഒന്നും ഇരിക്കില്ല. അങ്ങനെ വേഗം വിട്ട് തന്നെ പോരും. നല്ല സ്മൂത്തി ഹെയറാണ്. ജസ്റ്റ് കറക്റ്റ് നമ്മളിങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്ത പോലത്തെ ഹെയറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആമിക്കുട്ടിയുടെ ഒരു ലുക്ക് വരണത്. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് പറയുന്ന സമയത്താണ് ഈ ഒരു കാര്യം മറന്നു എന്ന് എനിക്ക് ഓർമ്മ വന്നത്. കുറി തൊട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറിയും കൂടി തൊട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആമിക്കുട്ടിയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലേ നമ്മുടെ ആമിയുടെ കുറച്ച് ഫോട്ടോഷൂട്ടും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് വന്നോളൂ. ബായ്.